ആത്മബന്ധോ. ഒരു രാത്രി എങ്ങ് വന്നണഞ്ഞു. നമുക്ക് നന്നായി ഉറങ്ങുവാൻ സമയമാവുകയായി. ഈ ദിവസം ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ മനസ്സിനോട് ചേർത്ത് വയ്ക്കാനാകുന്നത് എന്താണ്? ഈ ദിവസത്തെക്കുറിച്ചുള്ള, ഈ കടന്നുപോയ ദിവസത്തിൽ നമുക്ക് സംഭവിച്ച മനോഹരമായ ഒരു നിമിഷത്തെ, നമ്മളിൽ സംഭവിച്ച നമുക്കിഷ്ടപ്പെട്ട മനോഹരമായൊരു നിമിഷത്തെ നമുക്ക് ചേർത്ത് വയ്ക്കാം. ഓർത്തു നോക്കുക, ഏതായിരുന്നു ഇന്നത്തെ ആ മനോഹര നിമിഷം? ഇന്നൊന്നും നല്ലതായി സംഭവിച്ചില്ല എന്നാണോ ഓർക്കുന്നത്? ഇന്ന് രാവിലെ ഉണർന്നെഴുന്നേറ്റു എന്നത് ഒരു നല്ല കാര്യമല്ലേ? എത്രയോ പേർക്ക് ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കാൻ സാധിച്ചിട്ടില്ല. അവർ ഈ ലോകത്തോട് വിടവാങ്ങിക്കഴിഞ്ഞു. നമുക്ക് ഉണർന്നെഴുന്നേൽക്കാൻ സാധിച്ചില്ലേ? അത് ഇന്ന് സംഭവിച്ച ഏറ്റവും നല്ല കാര്യമല്ലേ? ഇന്നത്തെ പ്രഭാതം കണ്ടു, മധ്യാഹ്നം കണ്ടു, ഈ ലോകത്തിലെ ജീവിതങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ അറിഞ്ഞു. എത്രയോ വ്യക്തികളെ കണ്ടു. ചിലപ്പോൾ ആരെയും കണ്ടിട്ടുണ്ടാവില്ല, എന്നാൽ ഏകാന്തതയിൽ അവനവനെ തന്നെ അറിഞ്ഞു. ഈ നിമിഷത്തിൽ ഏതോ ഒരു നിമിഷം നല്ലതായി സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാം നല്ലതായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ദിവസത്തെ നോക്കിയാലോ? ഇന്ന് സംഭവിച്ചത് മുഴുവനും നല്ലത് തന്നെയായിരുന്നു. അതുകൊണ്ട് ഒന്നുകിൽ ഈ ദിവസത്തെ മുഴുവൻ നല്ലതായി കണ്ട്, അല്ലെങ്കിൽ ഈ ദിവസത്തിൽ സംഭവിച്ച മുഴുവൻ നല്ല കാര്യങ്ങളിൽ ഏറ്റവും നല്ലതിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് ഉറങ്ങാൻ തുടങ്ങാം. ഇന്നുറങ്ങുമ്പോൾ നാളെ രാവിലെ ഓർത്തെടുക്കുവാൻ പറ്റുന്ന, വീണ്ടും ജീവിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടാകുവാൻ നമുക്ക് നമ്മളെ ഒന്ന് തയ്യാറാക്കി വയ്ക്കാം. നമുക്കൊന്ന് ആലോചിക്കാം, നാളത്തെ ദിവസം എങ്ങനെയാണ് ഏറ്റവും മനോഹരാക്കുക? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്തുകൊണ്ട് നാളത്തെ ദിവസത്തെ ഞാൻ വിശേഷമാക്കും എന്ന് തീരുമാനിക്കാം. ഈ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ നമുക്കതൊന്ന് വിശേഷമായി കാണാം. നാളത്തെ എന്നെ നമ്മൾ തന്നെ ഒന്ന് കാണാം. രസമുണ്ടാവൂല്ലേ? അവനവനെ തന്നെ പ്രണയിക്കുക എന്നത് എത്ര മനോഹരമായ കാര്യമാണെന്നോ. സ്വയം പ്രണയിച്ചുകൊണ്ട്, സ്വയം ബഹുമാനിച്ചുകൊണ്ട്, നാളത്തെ ഒരു ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്ന സുന്ദരമായ ജീവിത നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൂടുതലായി കൊണ്ടുവരാം. ശ്വസിക്കുന്നു എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കി മെല്ലെ ശ്വാസത്തെ ഉള്ളിലേക്കും പുറത്തേക്കുമായി എടുക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ സുഗമമായ ചലനങ്ങളെ വീണ്ടും ശ്രദ്ധിക്കുക. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എല്ലാ ചിന്തകളെയും വിട്ടുകൊടുക്കുക. സ്വസ്ഥമാവുക. ഉറങ്ങുക എന്നത് ഓരോ മനുഷ്യനും ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. 8 മണിക്കൂറെങ്കിലും ഒരു ദിവസം ഉറങ്ങണം. 6 മണിക്കൂറെങ്കിലും ഉറങ്ങിയില്ല എങ്കിൽ അടുത്ത ദിവസം നമ്മളെ മൗഢ്യം ബാധിക്കും. അങ്ങനെ ബാധിക്കാതിരിക്കാൻ, എനിക്ക് എന്നെ തന്നെ പ്രണയിക്കാൻ, നാളെ ഞാനുമായി തന്നെ ഡേറ്റിങ്ങിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഈ ദിവസം ഉറങ്ങാൻ കിടക്കുക. നന്നായി ഉറങ്ങുക, സ്വസ്ഥമായിരിക്കുക. ശുഭരാത്രി ആത്മബന്ധോ.